എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ആക്സിലറേഷൻ, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ തുടങ്ങിയ ടോപ്പിക്കുകളാണ്. ഇന്ന് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനെ കുറിച്ചാണ്. എന്താണ് ആക്സിലറേഷൻ? ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്ട് ഇൻ യൂണിറ്റ് ടൈം. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രത്തോളം ചേഞ്ച് ചെയ്യും, അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ കൂടുതൽ വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ ആക്സിലറേഷൻ കൂടുതലായിരിക്കും. ഒരു സെക്കൻഡിൽ കുറച്ച് വെലോസിറ്റിയെ ചേഞ്ച് ചെയ്തുള്ളെങ്കിൽ ആക്സിലറേഷൻ കുറവായിരിക്കും. ഒരു സെക്കൻഡിൽ വെലോസിറ്റി കുറഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും. വെലോസിറ്റി കൂടിയാൽ പോസിറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും, അല്ലെ? വെലോസിറ്റി ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. ഇന്ന് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനെ കുറിച്ചാണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദെൻ നിങ്ങളെല്ലാവരും കാർ റേസ് കണ്ടിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന കാർ വളരെ പെട്ടെന്നാണ് വെലോസിറ്റി കൂടി വലിയൊരു വെലോസിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്, ഇല്ലേ? അപ്പോൾ അതുപോലെ ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കാർ. ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 സെക്കൻഡിൽ 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു, ഇല്ലേ? രണ്ടാമത്തെ സെക്കൻഡിൽ ഇതിന്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൂന്നാമത്തെ സെക്കൻഡിൽ ഇതിന്റെ വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നാലാമത്തെ സെക്കൻഡിൽ ഇതിന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അഞ്ചാമത്തെ സെക്കൻഡ് ആയപ്പോഴത്തേക്ക് ഈ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കൂടി, ഇല്ലേ? അപ്പോൾ അങ്ങനെ വെലോസിറ്റി ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ A is equal to V minus U by T. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. V ഫൈനൽ വെലോസിറ്റി, U ഇനിഷ്യൽ വെലോസിറ്റി, T ടൈം ടേക്കൺ ടു ചേഞ്ച് ദിസ് വെലോസിറ്റി, ഇല്ലേ? വെലോസിറ്റി മാറാനെടുത്ത സമയമാണ് ടൈം T എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ഓരോ ടൈമിന്റെ ഇന്റർവെലുകൾ എടുക്കുക, അതായത് ഇടവേളകൾ, ഇല്ലേ? ഇതിപ്പം 0 സെക്കൻഡ് മുതൽ 1 സെക്കൻഡ് വരെ ഒരു ഇന്റർവൽ ആണെന്ന് വെക്കാം, ഇല്ലേ? നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ ഓരോ പീരീഡുകളുണ്ട്, അല്ലേ? 10 മണി മുതൽ 10:40 വരെ ഒരു പീരീഡ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോ സെക്കൻഡിന്റെ ഓരോ ഇടവേളകൾ എടുക്കുക, ഇന്റർവലുകൾ എടുക്കുക, ഇല്ലേ? അപ്പോൾ ഇതൊരു സെക്കൻഡിന്റെ ഇന്റർവൽ ആണ്. 0 സെക്കൻഡ് മുതൽ 1 സെക്കൻഡ് വരെ. അതിനുള്ളിൽ ഈ ഒബ്ജക്റ്റിന്, ഈ കാറിന് എത്ര ആക്സിലറേഷൻ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ ഇതാണ് അയാളുടെ ഇനിഷ്യൽ വെലോസിറ്റി. ദെൻ U is equal to 0 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ വെലോസിറ്റി V 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ കേസിൽ ലാസ്റ്റ് വരെ നോക്കിയാൽ 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫൈനൽ വെലോസിറ്റി. പക്ഷെ നമ്മൾ എടുക്കുന്ന പർട്ടിക്കുലർ പോർഷനിലെ മാത്രമാണ് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഇനിഷ്യൽ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്, ഫൈനൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്, ദെൻ ടൈം ടേക്കൺ. ഒരു സെക്കൻഡ് കൊണ്ടാണ് ഈ വെലോസിറ്റി 0-ൽ നിന്നും 5-ലേക്ക് വന്നത്. ദെൻ ആക്സിലറേഷൻ V എന്ന് പറയുന്നത് 5 മൈനസ് U എന്ന് പറയുന്നത് 0, ദെൻ ടൈം ടേക്കൺ ഒരു സെക്കൻഡ് ആണ്, ഡിവൈഡഡ് ബൈ 1, ദെൻ 5/1 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഈ ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്താണ് ആക്സിലറേഷൻ? ഒരു സെക്കൻഡിലുള്ള വെലോസിറ്റിയുടെ ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 5 അല്ലേ വെലോസിറ്റി ചേഞ്ച് ചെയ്തത്? അതുകൊണ്ട് ആക്സിലറേഷൻ എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 1 സെക്കൻഡിന്റെ ഇന്റർവൽ എടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നോക്കാം. അതായത് ഇവിടെ 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് വരെ എത്രയായിരിക്കും ആക്സിലറേഷൻ? കാരണം ഇവിടെ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി 5-ൽ നിന്നും 10-ലേക്ക് മാറി, ഇല്ലേ? അപ്പം 5 കൂടി, ഇല്ലേ? അപ്പൊ ഇവിടെയും ഒരു സെക്കൻഡിലെ വെലോസിറ്റി ചേഞ്ച് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുകൊണ്ട് ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെയും എത്ര തന്നെയായിരുന്നു? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 2 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് വരെ അവിടെയും ഒരു സെക്കൻഡ് ആണ് ടൈം. ഈ ഒരു സെക്കൻഡ് കൊണ്ട് വെലോസിറ്റി വീണ്ടും 5 അല്ലേ ചേഞ്ച് ചെയ്തത്? അതുകൊണ്ട് വീണ്ടും ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്തത് 3 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ അവിടെയും ഒരു സെക്കൻഡ് ആണ്. ഈ ഒരു സെക്കൻഡ് കൊണ്ട് 15 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അവിടെയും ഒരു സെക്കൻഡിലെ വെലോസിറ്റി ചേഞ്ച് 5 ആണ്. അതുകൊണ്ട് ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെയും ഒരു സെക്കൻഡ് 4 to 5 സെക്കൻഡ്, അല്ലെ? 4 സെക്കൻഡിൽ നിന്നും 5 സെക്കൻഡിലേക്ക് വരുമ്പോൾ വീണ്ടും അവിടെ ഒരു 5 മീറ്റർ പെർ സെക്കൻഡിന്റെ വെലോസിറ്റി ചേഞ്ച് ആണുള്ളത്.
അതുകൊണ്ട് ആക്സലറേഷൻ അവിടെയും 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മളിവിടെ എടുത്ത ഇന്റർവെലുകളെല്ലാം ആക്സലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരേ ആക്സിലറേഷൻ ആണെങ്കിൽ നമുക്കതിനെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കും. അതായത് അപ്പോൾ ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ പ്രത്യേകത എന്താണ്? അതായത് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ഈക്വൽ ഇന്റർവൽസിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നെങ്കിൽ ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റീസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈക്വൽ ആയിട്ടുള്ള ടൈം ഇന്റർവെലുകൾ ഇല്ലേ, ഓരോ സെക്കൻഡിന്റെ ഇന്റർവെലുകളാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സെക്കൻഡിലും 5 മീറ്റർ പെർ സെക്കൻഡ് വെച്ചിട്ടാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ആക്സലറേഷൻ എല്ലായിടത്തും 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദെൻ ഇൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആൻ ഒബ്ജെക്ട് ചേഞ്ചസ് ഇറ്റ്സ് വെലോസിറ്റി ഈക്വലി ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. അതായത് തുല്യമായ ഇന്റർവെല്ലുകളിൽ വെലോസിറ്റിയുടെ ചേഞ്ചും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലായിരിക്കും. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: ആൻ ഒബ്ജെക്ട് ട്രാവൽസ് വിത്ത് ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റീസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം, then the object is said to be in uniformly accelerated motion. യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പാത്ത് സ്ട്രെയിറ്റ് ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പാത്ത് സ്ട്രെയിറ്റ് ആകണമെന്ന് നിർബന്ധമില്ല, ആകാതെയും ഇരിക്കാം. കാരണം ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ ആകണം എന്നില്ല. അതുകൊണ്ട് പാത്തിനെ ആക്സിലറേഷൻ അല്ലെങ്കിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ പാത്ത് അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആകണമെന്ന് നിർബന്ധം ഇല്ല. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഒരു എക്സാമ്പിൾ ആണ് ഫ്രീ ഫോൾ. അതായത് ഞാൻ ഒരു ഒബ്ജക്റ്റ് കൈവിടുന്നു, ഇത് താഴേക്ക് വരുന്നു ഇല്ലേ, ഇതെന്തിന് എക്സാമ്പിൾ ആണ്? ഫ്രീ ഫോളിന് എക്സാമ്പിൾ ആണ്. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് മാത്രമാണ് ഇത് താഴേക്ക് വന്നത്, അതാണ് ഫ്രീ ഫോൾ. ഇങ്ങനെ ഫ്രീ ആയിട്ട് ഫോൾ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എപ്പോഴും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. അത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. താഴേക്ക് വരുമ്പോഴെല്ലാം ഈ ആക്സിലറേഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഒരു എക്സാമ്പിൾ ആണ് ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ എല്ലായിടത്തും ആക്സിലറേഷൻ സെയിം ആണ് അല്ലേ. നമ്മളിവിടെ ഓരോ സെക്കൻഡിലെ ഓരോ ഇൻസ്റ്റന്റിലെയും അല്ലെങ്കിൽ ഓരോ ഇന്റർവെല്ലിലെ ആവറേജ് ആക്സിലറേഷൻ എടുത്ത് എല്ലാം 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. ഇനി നമുക്ക് മറ്റൊരു ആക്സിലറേഷൻ അറിയാം, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ അല്ലേ. അപ്പം ഈ രണ്ടാമത്തെ സെക്കൻഡിൽ എത്രയാണ്, മൂന്നാമത്തെ സെക്കൻഡിൽ എത്രയാണ്, അങ്ങനെ ചോദിച്ചാൽ അതിനെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ആവറേജ് ആക്സിലറേഷനും ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ ആവറേജ് ആക്സിലറേഷനും ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനും ഈക്വൽ ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ ആയിരിക്കും. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അതെന്താണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ എടുക്കുന്നു. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്. 0 സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആയി ചേഞ്ച് ചെയ്തു. രണ്ടാമത്തെ സെക്കൻഡിൽ 50 മീറ്റർ പെർ സെക്കൻഡ്, മൂന്നാമത്തെ സെക്കൻഡിൽ 17 മീറ്റർ പെർ സെക്കൻഡ്, 4th സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് 5th സെക്കൻഡ് ഇറ്റ് ബിക്കംസ് 25 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഇന്റർവെൽ, ഓരോ ടൈമിന്റെ ഇടവേളകളിലും നമുക്കിതിന്റെ ആക്സിലറേഷൻ നോക്കാം. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര വെലോസിറ്റി മാറുന്നുണ്ടോ അതാണ് ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി 5 ആണ് ചേഞ്ച് ചെയ്തത്. ദെൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ 1 സെക്കൻഡിൽ നിന്നും 2 സെക്കൻഡിലേക്ക് വന്നപ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി 5ൽ നിന്നും 15 ആയി. അപ്പോൾ 5ൽ നിന്നും 15 എന്ന് പറഞ്ഞാൽ ചേഞ്ച് 10ന്റെ അല്ലേ. ദെൻ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. ഇവിടെ 2 സെക്കൻഡിൽ നിന്നും 3 സെക്കൻഡിൽ വന്നപ്പോൾ വെലോസിറ്റി 15ൽ നിന്നും 17 ആയി അല്ലെ. 15
17 ഇത് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ് അല്ലേ. അപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് വെലോസിറ്റിയുടെ ചേഞ്ച് 2 ആണ്. അതുകൊണ്ട് ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ 3 സെക്കൻഡിൽ നിന്നും 4th സെക്കൻഡിലേക്ക് വന്നപ്പോൾ 17 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആയി. അതായത് 20 - 17 എത്രയാണ്? 3. അപ്പോൾ ആക്സിലറേഷൻ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒരു സെക്കൻഡിൽ എത്ര വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു അതാണ് ആക്സിലറേഷൻ. ഇവിടെ 4 സെക്കൻഡിൽ നിന്നും 5 സെക്കൻഡിൽ വന്നപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് വെലോസിറ്റിയുടെ ചേഞ്ച് 20ൽ നിന്നും 25ലേക്കാണ്. എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ചേഞ്ച് ചെയ്തു 1 സെക്കൻഡിൽ. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും അല്ലെ. ഇവിടെ ആദ്യത്തെ ആക്സിലറേഷൻ അല്ല രണ്ടാമത്, അതല്ല മൂന്നാമത്, അതല്ല നാലാമത്, അതല്ല അഞ്ചാമത്, പലയിടത്തും പല ആക്സിലറേഷൻസ് ആണ് അല്ലേ. അതുകൊണ്ട് ഇതിനെ നമ്മൾ നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്നാണ് വിളിക്കുന്നത്. യൂണിഫോം അല്ലാതെ ആക്സിലറേറ്റ് ചെയ്യുന്ന മോഷൻ. നമ്മൾ മിക്കവാറും എല്ലാ ഒബ്ജക്റ്റുകളും നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത് അല്ലേ. ഇപ്പം നിങ്ങൾ സൈക്കിൾ ചവിട്ടുന്നു, ആദ്യം സ്പീഡ് കുറവായിരിക്കും, അല്ലെങ്കിൽ പിന്നെ വെലോസിറ്റി വീണ്ടും കൂടും അല്ലേ, വെലോസിറ്റി കുറയും അല്ലേ. അങ്ങനെ പല ആക്സിലറേഷനിലായിരിക്കും നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് ഒരേപോലെ വെലോസിറ്റി ഇങ്ങനെ കൂടി ഇങ്ങനെ പോകുന്ന ഒരു മോഷൻ ആയിരിക്കുമോ? അല്ല. നമ്മൾ മിക്കവാറും എല്ലാവരും നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ? അതായത് ടൈം ഇന്റർവൽ നമ്മൾ ഇവിടെയും ഈക്വൽ ആയിട്ടാണ് എഴുതിയത്, പക്ഷേ അവിടുത്തെ വെലോസിറ്റിയുടെ ചേഞ്ച് അൺഈക്വൽ ആണ്. ഇവിടെ വെലോസിറ്റി 5 ചേഞ്ച് ചെയ്തപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്തത് 10 ആണ്. ഇവിടെ ഒരു സെക്കൻഡിൽ ചേഞ്ച് ചെയ്ത് 2 ആണ്. ഇവിടെ ഒരു സെക്കൻഡിൽ ചേഞ്ച് ചെയ്ത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈമിൽ അൺഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റീസ് ആണെങ്കിൽ നമ്മൾ അതിനെ നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇഫ് ആൻ ഒബ്ജെക്ട് ട്രാവൽസ് വിത്ത് അൺഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റീസ് ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം, അതായത് അൺഈക്വൽ ആയിട്ട് വെലോസിറ്റി ഈക്വൽ ഇന്റർവെലുകളിൽ ചേഞ്ച് ചെയ്താൽ then the object is said to be in നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അതായത് വെലോസിറ്റിയുടെ ചേഞ്ച് ആണ് ആക്സിലറേഷൻ. അതുകൊണ്ട് വെലോസിറ്റി അൺഈക്വൽ ആയിട്ട് ചേഞ്ച് ചെയ്താൽ ആക്സിലറേഷൻ എന്തായിരിക്കും? നോൺ യൂണിഫോം ആയിരിക്കും. then if an object travels with unequal change in velocities in equal intervals of time, then the object is said to be in non-uniformly accelerated motion. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഒരേപോലെ ഇങ്ങനെ വെലോസിറ്റി കൂടി ഇങ്ങനെ പോകുന്നതാണ് ഒരേ റേറ്റ്. നോൺ യൂണിഫോംലി ആണെങ്കിൽ ആദ്യം കൂടും, പിന്നെ ചിലപ്പോൾ കുറയും, വീണ്ടും കൂടും, അങ്ങനെ പോവുകയാണെങ്കിൽ അത് നോൺ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആയിരിക്കും. നമുക്ക് അടുത്തായി പഠിക്കേണ്ടത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ ആണ്. അതായത് പലതരത്തിലുള്ള മോഷൻ ഉണ്ട്. അതായത് യൂണിഫോം മോഷൻ ഉണ്ട്, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഉണ്ട്, ചിലപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കും ഇല്ലേ. നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടും ഇല്ലേ. ഇപ്പോൾ ക്രിക്കറ്റ് മാച്ച് കാണുമ്പോൾ ഇല്ലേ, അതിൻ്റെ ഓവറും റണ്ണും ഒക്കെ വെച്ചിട്ട് ഒരു ഗ്രാഫ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യും ഇല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ ഈ മാച്ച് കണ്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാഫ് കാണുന്ന ഒരാൾക്ക് ആ മാച്ചിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും, ക്രിക്കറ്റ് മാച്ചിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കിട്ടും ഇല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു മോഷനെ നമ്മൾ ഒരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഷനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ദെൻ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ. ഒരു മോഷനെ നമുക്ക് ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്യാൻ പോകുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷനും ടൈമും തമ്മിൽ എടുത്തു വരയ്ക്കുന്ന ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. നമ്മൾ സാധാരണ ഒരു ഗ്രാഫിൽ ആദ്യം പറയുന്ന ആളെ വൈ ആക്സിലും രണ്ടാമത് പറയുന്ന ആളെ എക്സ് ആക്സിലുമാണ് സാധാരണ എഴുതാറുള്ളത് അല്ലേ. അപ്പോൾ ഇത് വൈ ആക്സിസ്, ഇതെന്താണ് എക്സ് ആക്സിസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് വൈ ആക്സ് അല്ലേ, പിന്നല്ലേ എക്സ് ആക്സ് കാണുന്നത് എന്ന് പറഞ്ഞ പോലെ ആദ്യം പറയുന്ന ആള് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിലും കൊടുക്കുക. ദെൻ ഇറ്റ് ഈസ് എ ഗ്രാഫ് ഷോയിങ് ദി വേരിയേഷൻ ഓഫ് പൊസിഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇല്ലേ. ഒരു ഒബ്ജക്റ്റിന് ടൈമിനനുസരിച്ച് അയാളുടെ പൊസിഷനിലുള്ള ചേഞ്ച് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്ന് കാണിക്കുന്ന ഗ്രാഫാണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്ന പൊസിഷൻ ടൈം ഗ്രാഫ് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജെക്ട്
അറ്റ് റെസ്റ്റ്. ഞാൻ ഒരു ജംഗ്ഷനിൽ നിൽക്കുക. അപ്പോൾ ഞാൻ നിന്ന പൊസിഷനെ ഞാൻ 0 ഒറിജിനായിട്ട് എടുത്തു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒരു 4 മീറ്റർ മാറി എൻ്റെ ഒരു ഫ്രണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഞാൻ ടൈം 0 സെക്കൻഡ് എന്ന് എടുത്തു. ഞാനപ്പോൾ ഈ ഫ്രണ്ടിനെ കണ്ട ടൈം എത്രയാണ്? 0 സെക്കൻഡ്. അപ്പോൾ 0 സെക്കൻഡിൽ ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ട് ഞാൻ നിൽക്കുന്നിടത്തു നിന്നും 4 മീറ്റർ മാറി നിൽക്കുകയാണ്. 1 സെക്കൻഡായി, അപ്പോഴും അവൻ അവിടെ തന്നെ നിൽപ്പുണ്ട് 4 മീറ്റർ ഡിസ്റ്റൻസിൽ. 2 സെക്കൻഡായി, അപ്പോഴും അയാൾ 4 മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെയുണ്ട്. 3 സെക്കൻഡായി, അപ്പോഴും അയാൾ 4 മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെയുണ്ട്. 4 സെക്കൻഡായി, അപ്പോഴും അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 4 മീറ്റർ മാറി നിൽപ്പുണ്ട്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 4ാമത്തെ സെക്കൻഡ് വരെ ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറിയിട്ടില്ല, എൻ്റെ ഫ്രണ്ടിന്റെ പൊസിഷൻ മാറിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ദെൻ മൈ ഫ്രണ്ട് ഈസ് അറ്റ് റെസ്റ്റ്. ഈ ഇദ്ദേഹം എന്തിലായിരിക്കും? റെസ്റ്റിലായിരിക്കും. കാരണം അയാളുടെ പൊസിഷൻ ടൈം മാറുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ കൺസിഡർ ചെയ്ത ഒരു ഒബ്ജക്റ്റ് എന്തിലാണ്? റെസ്റ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നും, ഇല്ലേ? ഇയാൾ എങ്ങനെയാണ് ഈ 4 മീറ്റർ വന്നത്? നടന്നിട്ടല്ലേ വന്നത്? പക്ഷേ നമ്മളൊരു കേസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടൈം തൊട്ട് ഏത് ടൈം വരെയാണോ അതിനിടയ്ക്കുള്ള കാര്യം മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ചിലപ്പോൾ അയാൾ ഒരു ബസ്സിലായിരിക്കാം, ബൈക്കിലായിരിക്കാം അവിടെ എത്തിയത്. അതൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഇയാളെ കാണുമ്പോൾ ആദ്യം ഇയാൾ അവിടെ നിൽക്കുകയാണ് 4 മീറ്റർ, ഞാൻ നിൽക്കുന്ന സ്ഥലത്തിനെ അപ്പോൾ ഞാൻ ഒറിജിനായിട്ട് എടുത്തു, അല്ലേ? ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയണമെങ്കിൽ എപ്പോഴും എന്ത് വേണം? ഒരു റെഫറൻസ് പോയിന്റ് വേണം. ഞാൻ നിൽക്കുന്ന സ്ഥലം ഞാൻ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഇയാൾ 4 മീറ്റർ മാറി നിൽക്കുന്നു. അപ്പോൾ അതാണ് അയാളുടെ ഫസ്റ്റ് പൊസിഷൻ. പിന്നെ 4 സെക്കൻഡ് വരെ ഇയാളുടെ പൊസിഷൻ മാറിയിട്ടില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അയാൾ 4 മീറ്റർ മാറി നിൽക്കുകയാണ്. അതിന് ശേഷമുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പോൾ 4 സെക്കൻഡ് വരെ ഈ ഒബ്ജക്റ്റ് എന്തിലാണ്? റെസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇയാളുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. പൊസിഷൻ y ആക്സിസിലും ടൈം x ആക്സിലും എടുത്തിരിക്കുന്നു. ദെൻ 0 സെക്കൻഡ് 4 മീറ്റർ. 0 സെക്കൻഡിൽ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ 4 മീറ്റർ ആണ്. ദെൻ 1 സെക്കൻഡ് 4 മീറ്റർ. 1 സെക്കൻഡ് ആയപ്പോഴും 4 മീറ്റർ ആണ്, അല്ലേ? 2 സെക്കൻഡിലും 4 മീറ്റർ. 2 സെക്കൻഡിലും 4 മീറ്റർ ആണ്. ദെൻ 3 സെക്കൻഡ് വീണ്ടും 4 മീറ്റർ. 3 സെക്കൻഡിലും 4 മീറ്റർ ആണ്. ദെൻ 4th സെക്കൻഡിലും 4 മീറ്റർ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ. ഒരു സ്ട്രൈറ്റ് ലൈനിലായിരിക്കും. അതായത് ഈ ടൈം എടുത്തിരിക്കുന്ന ആക്സിസ്, ടൈം എടുത്തിരിക്കുന്ന എക്സ് ആക്സിസ് ആണ്, അതിന് പാരലായിട്ടായിരിക്കും ഈ സ്ട്രൈറ്റ് ലൈൻ പോകുന്നത്. ദെൻ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് റെസ്റ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ്. ടൈം എടുത്തിരിക്കുന്നത് ഏത് ആക്സിനാണോ അതിന് പാരലായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈനിലായിരിക്കും റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്, ഇല്ലേ? അതിന് കാരണം എന്താണ്? കാരണം ടൈം മാറിയാലും ഇയാളുടെ പൊസിഷൻ മാറുന്നില്ല. അതുകൊണ്ട് എല്ലാ ടൈമിലും ഒരേ പൊസിഷൻ ആയതുകൊണ്ട് എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ്. അപ്പോൾ എക്സാമിന് ചോദിക്കാം, വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് എ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്? ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ നേച്ചർ എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു ദി ടൈം ആക്സിസ്, അല്ലേ? സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെയും വരാം. അപ്പൊ അങ്ങനത്തെ സ്ട്രൈറ്റ് ലൈൻ അല്ല, ഈ സ്ട്രൈറ്റ് ലൈൻ ടൈം ആക്സിസിന് പാരലായിട്ടുള്ളതാണ്. അതാണ് ഈ ഗ്രാഫിന്റെ നേച്ചർ. നമുക്ക് അടുത്തതായി യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. 0 സെക്കൻഡിൽ 0 മീറ്റർ, 1 സെക്കൻഡിൽ 2 മീറ്റർ, 2 സെക്കൻഡിൽ 4 മീറ്റർ, അല്ലേ? 3 സെക്കൻഡിൽ 6 മീറ്റർ, 4 സെക്കൻഡിൽ 8 മീറ്റർ, 5 സെക്കൻഡിൽ 10 മീറ്റർ. ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാണ്, അല്ലേ? ഇത് യൂണിഫോം മോഷൻ ആണ്. കാരണം എന്താണെന്നറിയാമോ? ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഇയാൾ 2 മീറ്റർ വെച്ചിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. 2, 4, 6, 8, 10. അതുകൊണ്ട് ഓരോ സെക്കൻഡിലും കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് ഇതെന്താണ്? ഒരു യൂണിഫോം മോഷനിലാണ്. അതുപോലെ തന്നെ ഇയാളുടെ വെലോസിറ്റി എത്രയായിരിക്കും? നമുക്കറിയാം, ഒരു സെക്കൻഡിൽ ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓരോ സെക്കൻഡിലും ഇയാൾക്കുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇയാളുടെ വെലോസിറ്റി എഴുതാം
2 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 2 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഇയാളുടെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്കൊന്ന് വരച്ചു നോക്കാം. ടൈം എക്സ് ആക്സിൽ എടുത്തു, പൊസിഷൻ വൈ ആക്സിൽ എടുത്തു അല്ലേ. അപ്പോൾ ടൈം 0 സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെന്റ് 0. അപ്പോൾ 0 0 ഇവിടെ വന്നു. ഒന്നാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ. ഒന്നാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ. 2 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് 4 മീറ്റർ. 2 സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് 4 മീറ്റർ. Then മൂന്നാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് 6 മീറ്റർ. Then മൂന്നാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെന്റ് 6 മീറ്റർ. Then fourth second displacement 8 meter. Fourth second displacement 8 meter. Then fifth second displacement 10 meter. Fifth second corresponding displacement, that is 10 meter. അല്ലേ? നമ്മൾ ഈ പോയിന്റ്സിനെ എല്ലാം കൂടെ കണക്ട് ചെയ്യാം അല്ലേ. ഇത് ഏകദേശം ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുന്നത് അല്ലേ. അതായത് യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. നമ്മൾ തൊട്ടുമുമ്പ് കിട്ടിയ സ്ട്രൈറ്റ് ലൈൻ പോലും അല്ല. ഇത് ഒരു ആക്സിസിനും പാരലൽ അല്ല. ദെൻ ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ നോട്ട് പാരലൽ ടു എനി ആക്സിസ്. അപ്പോൾ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് യൂണിഫോം മോഷൻ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആണെങ്കിൽ ഇറ്റ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ നോട്ട് പാരലൽ ടു എനി ആക്സിസ്. അതായത് ഇത് ഒരു ആക്സിസിനും പാരലൽ അല്ലാത്ത ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ പടിപടിയായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇയാളുടെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. വെലോസിറ്റി ഇവിടെ പോസിറ്റീവ് ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് പോസിറ്റീവ് വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. യൂണിഫോം മോഷനിലിരിക്കുന്ന പോസിറ്റീവ് വെലോസിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് ഇതെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത പോലെ തന്നെ മറ്റൊരു കേസ് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇതും യൂണിഫോം മോഷൻ തന്നെയാണ്, പക്ഷെ നെഗറ്റീവ് വെലോസിറ്റിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഞാനൊരു ജംഗ്ഷനിൽ നിൽക്കുകയാണ്. ഞാൻ നിൽക്കുന്ന പൊസിഷൻ ഞാൻ 0 എന്ന് മാർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഒറിജിൻ ആണത്. എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 10 മീറ്റർ ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം അവനെ കണ്ടപ്പോൾ ഞാനും അവനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. അതായത് 0 സെക്കൻഡ് ആണ് ഞാൻ ആദ്യമായിട്ട് അവനെ കണ്ട ടൈം. അപ്പോൾ അയാളുടെ പൊസിഷൻ 10 മീറ്റർ. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അയാൾ 10 മീറ്റർ അകലത്തിലാണ്. ഞാൻ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അയാൾ എൻ്റെ അടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങി. 1 സെക്കൻഡ് ആയപ്പോൾ ഞാനും അയാളും തമ്മിൽ 8 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സെക്കൻഡിൽ 8 മീറ്റർ ഡിസ്റ്റൻസ്. 1 സെക്കൻഡ് കൂടെ കഴിഞ്ഞു. രണ്ടാമത്തെ സെക്കൻഡ് ആയപ്പോൾ ഞാനും അയാളും തമ്മിൽ 6 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. 1 സെക്കൻഡ് കൂടെ കഴിഞ്ഞപ്പോൾ ഞാനും അയാളും തമ്മിൽ 4 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. 1 സെക്കൻഡ് കൂടെ കഴിഞ്ഞപ്പോൾ ഞാനും അയാളും തമ്മിൽ 2 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അടുത്ത സെക്കൻഡിൽ 5-ാമത്തെ സെക്കൻഡിൽ അയാൾ എൻ്റെ അടുത്ത് വന്നു. ഞാനും അയാളും തമ്മിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് ഇല്ല. അയാൾ 0 മീറ്ററിൽ വന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സ്ഥലം ഞാൻ 0 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, അവിടെ വന്നു ഇല്ലേ. ഈ കേസിൽ സംഭവിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞു വരികയാണ് ഇല്ലേ. ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി എന്താവും? നെഗറ്റീവ് ആവും. നമുക്കതൊന്ന് നോക്കാം. അതായത് വെലോസിറ്റി, ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ t2 മൈനസ് t1 എന്നാണ് ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ 2 ടൈമിലെ വെലോസിറ്റി കണ്ടുപിടിക്കാം. ദെൻ ഞാൻ t1 എന്ന് പറയുന്ന ടൈം 1 സെക്കൻഡ് കൊടുത്തു, t2 എന്ന് പറയുന്ന ടൈം 3 സെക്കൻഡ് കൊടുത്തു. അപ്പോൾ t1 എന്ന് പറയുന്ന ടൈമിൽ ഇയാൾ 8 മീറ്ററിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് x1 എന്ന് വിളിക്കുന്നത്. t2 എന്ന് പറയുന്ന ടൈമിൽ അയാൾ 4 മീറ്ററിൽ ഇരിക്കുകയാണ്. ഞാൻ അതിനെ x2 എന്ന് വിളിക്കുന്നു. അതായത് എപ്പോഴും ടൈം എപ്പോഴും t1 ചെറുതും t2 വലുതുമായിട്ടേ കൊടുക്കാവൂ. കാരണം ടൈം എപ്പോഴും കൂടിക്കൂടിയേ വരത്തുള്ളൂ, ടൈം ഒരിക്കലും കുറയില്ല അല്ലേ. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ
x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 8 ഡിവൈഡ് ബൈ t2 മൈനസ് t1 3 മൈനസ് 1 ദെൻ 4 മൈനസ് 8 എത്രയാണ് മൈനസ് 4 ഡിവൈഡ് ബൈ 3 മൈനസ് 1 2 ദെൻ മൈനസ് 4 ബൈ 2 മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അതായത് ഇയാൾക്ക് ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് 2 ആണ്. പക്ഷെ അയാൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാനും അയാളുമായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് കുറയുന്ന കാരണം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറയുന്ന കാരണം എനിക്ക് അത് നെഗറ്റീവ് വെലോസിറ്റി ആയിട്ട് ഫീൽ ചെയ്തു. ചിലപ്പോൾ അയാൾക്ക് അത് പോസിറ്റീവ് വെലോസിറ്റി ആയിരിക്കാം ഇല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അതായത് അയാൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനുമായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞത് കാരണം എനിക്ക് അയാൾ നെഗറ്റീവ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തതായിട്ട് മനസ്സിലായി. അതായത് ചിലപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് റൈറ്റിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് വെലോസിറ്റി എടുത്താൽ തിരിച്ച് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് വെലോസിറ്റി എടുക്കത്തില്ലേ. അതിന് കാരണം ഇതാണ്. കാരണം തിരിച്ചു വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കുറയും ഇല്ലേ. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളും വീടും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കൂടി വരും. നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മളും വീടും തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞ് അവസാനം നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് കുറഞ്ഞ കാരണം വെലോസിറ്റി നെഗറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് യൂണിഫോം മോഷനാണ്. എപ്പോഴും ഇയാൾക്കുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് 2 മീറ്റർ വെച്ചിട്ടാണ് ഇല്ലേ. ഇവിടെ 2 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അപ്പം 10ൽ നിന്നും 2 പുറമേട്ട് വന്ന് 8ൽ വന്നു. പിന്നെ 8ൽ നിന്നും 2 മീറ്റർ പുറകോട്ട് വന്ന് ഇവിടെ വന്നു 6ൽ വന്നു. അപ്പോൾ അയാൾക്ക് ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് 2 തന്നെയാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയതുകൊണ്ട് ഇതും യൂണിഫോം മോഷൻ തന്നെയാണ്. പക്ഷെ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, നെഗറ്റീവ് വെലോസിറ്റിയാണ്. കാരണം അയാൾ തിരിച്ചു വരുന്നതുകൊണ്ട് നെഗറ്റീവ് വെലോസിറ്റിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നെഗറ്റീവ് വെലോസിറ്റി ഉള്ള ഒരാളുടെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ യൂണിഫോം മോഷനിലാണ്, നെഗറ്റീവ് വെലോസിറ്റിയാണ്. അപ്പോൾ 0 സെക്കൻഡിൽ 10 മീറ്റർ, 0 സെക്കൻഡ് അപ്പോൾ 10 മീറ്റർ. ദെൻ 1 സെക്കൻഡിൽ 8 മീറ്റർ, 1 സെക്കൻഡ് 8 മീറ്റർ. Then 2 സെക്കൻഡിൽ 6 മീറ്റർ, 2 സെക്കൻഡ് 6 മീറ്റർ. Then 3 സെക്കൻഡ് 4 മീറ്റർ, 4 മീറ്റർ. Then 4 സെക്കൻഡ് 2 മീറ്റർ, 4 സെക്കൻഡ് 2 മീറ്റർ. Then 5th സെക്കൻഡ് 0 മീറ്റർ, 5th സെക്കൻഡ് 0 മീറ്റർ. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്യുമ്പോൾ ഇതെന്താണ്, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ. തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ച കേസിലും സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ആ സ്ട്രെയിറ്റ് ലൈൻ പക്ഷേ റൈറ്റിലേക്കായിരുന്നു ചരിഞ്ഞിരുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈൻ ലെഫ്റ്റിലേക്കാണ് ചരിഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്, ഇവിടെ വെലോസിറ്റി നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഗ്രാഫ് ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ പ്രത്യേകത നോക്കാം. അതായത് യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് 2 പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. അതായത് പോസിറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഗ്രാഫ് റൈറ്റിലേക്ക് ചരിഞ്ഞിരിക്കും, നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഗ്രാഫ് ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ ഞാനൊരു കാര്യം പറയാം. അതായത് റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി എന്നുള്ള അർത്ഥമാണ് അല്ലേ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവാണ്, റോങ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നെഗറ്റീവാണ്. അതുപോലെ ഓർക്കുക, റൈറ്റിലോട്ടാണ് ഈ ഗ്രാഫ് ചരിഞ്ഞിരിക്കുന്നതെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും, ലെഫ്റ്റിലോട്ടാണ് ചരിഞ്ഞിരിക്കുന്നതെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതാണ് യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. പോസിറ്റീവ് വെലോസിറ്റി ഗ്രാഫ് റൈറ്റിലേക്ക് ചരിഞ്ഞിരിക്കും, നെഗറ്റീവ് വെലോസിറ്റി ഗ്രാഫ് ലെഫ്റ്റിലോട്ട് ചരിഞ്ഞിരിക്കും. അടുത്തായി നമുക്ക് പഠിക്കാനുള്ളത് നോൺ യൂണിഫോം മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളതാണ്. നോൺ യൂണിഫോം മോഷനിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. കാരണം എന്താണ്, അതിനൊരു യൂണിഫോമിറ്റിയും ഇല്ല നോൺ യൂണിഫോം മോഷൻ ഇല്ലേ. ആദ്യം ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആയിരിക്കത്തില്ല അടുത്ത ഒരു സെക്കൻഡിൽ. അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. ഇങ്ങനെയുള്ള കർവോ ഇല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയോ മറ്റോ ആയിരിക്കും നോൺ യൂണിഫോം മോഷനിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. ദെൻ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ നോൺ യൂണിഫോം മോഷൻ ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. അതെന്തല്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല അയാളുടെ പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഒരു ഉപയോഗം നമുക്ക് നോക്കാം. അതായത് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അതിന് കാരണം
ഏതൊരു ഗ്രാഫിന്റെ സ്ലോപ്പ് കാണിക്കുന്നതും എന്താണ് സ്ലോപ്പിന്റെ ഇക്വേഷൻ? y2 മൈനസ്, ഇല്ലേ, സ്ലോപ്പിന്റെ ഇക്വേഷൻ നമുക്കറിയാം y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഇതാണ് സ്ലോപ്പിന്റെ ഇക്വേഷൻ. ഈ y വാല്യൂയും x വാല്യൂയും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് സ്ലോപ്പ് കിട്ടുന്നത്. അപ്പം ഇവിടെ y ആക്സിലെ വാല്യൂ ഡിസ്പ്ലേസ്മെന്റ് ആണ്, എക്സ് ആക്സിലെ വാല്യൂ ടൈം ആണ്, അല്ലേ? അതുകൊണ്ട് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെയാണ് കാണിക്കുന്നത്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം? വെലോസിറ്റി. അതുകൊണ്ട് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. ഇനി നിങ്ങൾ മുന്നോട്ട് പഠിക്കുമ്പോൾ പല ഗ്രാഫുകളും പഠിക്കും. അപ്പോൾ ആ ഗ്രാഫുകളുടെ എല്ലാം സ്ലോപ്പ് കാണിക്കുന്നത് ആ ഗ്രാഫിന്റെ y ആക്സിൽ എടുത്തിരിക്കുന്ന വാല്യൂ ഡിവൈഡ് ബൈ എക്സ് ആക്സിൽ എടുത്തിരിക്കുന്ന വാല്യൂവിനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ y ആക്സിൽ എടുത്തിരിക്കുന്ന വാല്യൂ ഡിസ്പ്ലേസ്മെന്റും എക്സ് ആക്സിൽ എടുത്തിരിക്കുന്ന വാല്യൂ ടൈമും ആയതുകൊണ്ട് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെ കാണിക്കും. അതെന്താണ്? വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പിന്റെ ഇക്വേഷൻ വെച്ച് നമുക്കിവിടെ വെലോസിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, ഓർ velocity is equal to, then velocity is equal to slope is equal to y2 minus y1 divided by x2 minus x1. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആക്സിലെ രണ്ട് വാല്യൂസ്, ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് വാല്യൂസ് എടുക്കുക. ഞാൻ എടുത്തു 2, അപ്പോൾ ഇതാണ് x1. അടുത്ത ടൈമാണ് x2. അപ്പോൾ ഇത് ടൈം ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം ചെറുതും സെക്കൻഡ് ടൈം വലുതും എടുക്കാവും. ദെൻ ഈ x1 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y ആക്സിലെ വാല്യൂ ആണ് y1. ഈ x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ ആണ് y2, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ y2 മൈനസ് y1, y2 8, y1 4, then 8 minus 4 divided by x2 minus x1, x2 4, x1 2, then 4 minus 2, then 8 minus 4, 4 divided by 4 minus 2, 2. Then 4 by 2, 2 meter per second, അല്ലേ? അതായത് തൊട്ടു മുമ്പ് നമ്മൾ ആ കോളത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത് 2 meter per second ആണ്. ഇപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എടുത്തപ്പോഴും എന്ത് കിട്ടി? 2 meter per second കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അതുപോലെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് നമുക്ക് ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ മുമ്പേ എടുത്ത വാല്യൂസ് വെച്ചിട്ട് ഞാനിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുകയാണ്. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കണം, അല്ലേ? അപ്പോൾ ഇവിടെ എ ബി സി എന്ന് മാർക്ക് ചെയ്തു. എ ബി ബൈ ബി സി മുമ്പേ ചെയ്തതുപോലെ തന്നെയുള്ളൂ. y വാല്യൂ ഡിവൈഡ് ബൈ എക്സ് വാല്യൂ. ദെൻ എ ബി ബൈ ബി സി. ഇവിടെ എ ബി എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് 8 ആണ്, ബി എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 8 മൈനസ് 4 ആണ് എ ബി. ദെൻ 8 മൈനസ് 4 ഡിവൈഡ് ബൈ, ഇനി എന്താണ് ഇവിടെ ബി സി? ബി സി എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത് 4 ആണ്, സി എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ബി സി എന്ന് പറയുന്നത് 4 മൈനസ് 2 ആണ്. 4 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 മൈനസ് 4 എന്ന് പറയുന്നത് 4 ആണ്, 4 മൈനസ് 2 എന്ന് പറയുന്നത് 2 ആണ്. ദെൻ 4 ബൈ 2, 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് രണ്ട് രീതിയിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഒന്ന് y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുക. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കണം. അതിൻ്റെ ഈ സൈഡ് ബൈ എന്ന് പറഞ്ഞാൽ y ആക്സിന് നേരെ വരുന്ന സൈഡ് ഡിവൈഡ് ബൈ എക്സ് ആക്സിന് നേരെ വരുന്ന സൈഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ലോപ്പ് കിട്ടും. നമുക്കൊരു 3 പൊസിഷൻ ടൈം ഗ്രാഫ് ഒന്ന് പരിചയപ്പെടാം. അതായത് അതിലാദ്യം പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജെക്ട് മൂവിങ് വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ. പോസിറ്റീവ് ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. പോസിറ്റീവ് ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. അതായത് വെലോസിറ്റി കൂടുമ്പോഴാണ് എന്താകുന്നത്? പോസിറ്റീവ് ആക്സിലറേഷൻ ആകുന്നത്, അല്ലേ? അതുപോലെ തന്നെ നെഗറ്റീവ് ആക്സിലറേഷൻ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ നെഗറ്റീവ് ആക്സിലറേഷൻ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഈ ഒരു ഷേപ്പിലായിരിക്കും. ദെൻ സീറോ ആക്സിലറേഷൻ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. നമുക്കറിയാം സീറോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ചേഞ്ച് ആണ്.
അപ്പോൾ ആക്സലറേഷൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്യാത്ത മോഷനാണ് യൂണിഫോം മോഷൻ. അങ്ങനെയാണെങ്കിൽ 0 ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം മോഷൻ തന്നെയാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ 0 ആക്സലറേഷൻ ഉള്ളവരുടെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ യൂണിഫോം മോഷനിലിരിക്കുന്ന ഗ്രാഫ് വരച്ചാൽ പോരെയോ? അപ്പോൾ അതുകൊണ്ട് യൂണിഫോം മോഷനിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നെയാണ് 0 ആക്സലറേഷന് വേണ്ടി നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മൾ പഠിച്ചത്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ദിവസം കാണാം.